ഇന്ന് ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത് പാലാ കവികുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്നതാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷന് കുറച്ചുകൂടെ സ്ലോപ്പ് റൂഫിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മുടെ കേരള ക്ലൈമറ്റിലുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലേക്കുള്ളതാണ്. സ്ലോപ്പ് റൂഫിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ രീതിയിൽ സൺഷെയ്ഡുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പോലെ തന്നെ ഒരു പുതിയ വീട് വെക്കണം എന്നുള്ളത് എൻ്റെയും ചെറുപ്പം തൊട്ട് തന്നെയുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലോട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് തന്നെയായിരുന്നു. അപ്പം പല ലെവലായിട്ട് തന്നെ ഒരു 4-5 ലെവലായിട്ട് പഴയ വീട് സെറ്റ് ചെയ്തിരുന്നതും ഇതേ പ്ലോട്ടിൽ തന്നെയാണ്. അപ്പം പഴയ ആ സ്ഥലം പല ലെവലിൽ കിടന്നത് കാരണം അവിടെ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നത് വീട് പണിത് പരിചയമില്ലാത്തത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പല ആർക്കിടെക്ട്സിനെയും അവർ പ്ലോട്ട് കാണാനായിട്ട് വരുകയും പലത് പറഞ്ഞെന്നുണ്ടെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല വർക്ക് ചെയ്തേക്കുന്നവരുടെയും പല ഫോട്ടോസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണെന്നുണ്ടെങ്കിലും 2-3 വീട് കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് പ്ലാനറ്റ് ആർക്കിടെക്ചറിൽ അനുവേട്ടം ചെയ്തേക്കുന്ന കുറച്ച് വർക്കുകൾ ഞാൻ കണ്ടത്. കൂടുതലും ഈ റെഫറൻസ് കണ്ടുകൊണ്ടിട്ടാണ് കൂടുതലായിട്ടും വന്നിരുന്നത്. അപ്പം അവരുടെ വീട്ടുകാരും കൂടുതലായിട്ടത് പറഞ്ഞിരുന്നത് കുറച്ചൊരു ഓപ്പൺ സ്പേസ് ആയിട്ടുള്ളത് വേണം, ഡബിൾ ഹൈറ്റിനോട് കുറച്ചുകൂടെ താല്പര്യമുള്ളതായിട്ടുള്ളതിൻ്റെ കാണിച്ചായിരുന്നു. അപ്പോൾ അതിൽ പ്രകാരം ഞാൻ ഈ സൈറ്റിൽ വന്ന് നോക്കി കഴിയുമ്പോൾ ഇത് പല തട്ടുകളായിട്ടാണ് കിടന്നിരുന്നത്. ഒരു പഴയ വീട് നിലനിന്നിരുന്നു, അതിനകത്ത് കുറച്ച് ചെറിയ സ്പേസിലുള്ള തട്ടുകളായിരുന്നു കിട്ടുന്നത്. അപ്പം മിറ്റം അവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വന്നായിരുന്നു. അപ്പം അത്തരം കാര്യത്തിൽ ഇത് ചെറിയ തട്ടുകളായി കഴിയുമ്പോൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നായിരുന്നു നെക്സ്റ്റ് നമ്മുടെ ചിന്ത പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്സ് നമ്മൾ എത്രയാണോ വേണ്ട ഒരു വീടിൻ്റെ ഹാഫ് ഭാഗം നമ്മൾ റിറ്റൈൻ വോൾ ചെയ്തിട്ട് കുറച്ച് ഭാഗം ക്യാൻലിവറായിട്ട് തന്നെ കോളം സ്ട്രക്ചറിൽ തന്നെ കയറി സ്ലാബ് അടിച്ചു. താഴെ ഒരു മെസ്സൈൻ ഫ്ലോറായിട്ട് തന്നെ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ പപ്പായും അമ്മയും അനിയനും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ഇഷ്ടങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തു. അത് ഞാൻ മെസ്സേജായിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു ഇനീഷ്യൽ പ്ലാൻ വർക്കൗട്ട് ചെയ്ത് തന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ തമ്മിലൊരു പൊരുത്തപ്പെടലിൻ്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആദ്യം തന്നെ എൻ്റെ ഐഡിയാസ് ഞാൻ പറഞ്ഞിരുന്നു, എഴുതി കൊടുത്തിരുന്നു. അതുകൊണ്ട് അതുമായിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെയായിരുന്നു പ്ലാൻ വർക്കൗട്ട് ചെയ്ത് തന്നെ. ഇതിൻ്റെ ഇൻസൈഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡൈനിങ് സ്പേസും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള അതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. മാക്സിമം നമുക്ക് ഈ ഹോട്ട് എയർ മുകളിലോട്ട് പോകും, എയർ സർക്കുലേഷൻ കൂടുതലായിട്ട് നടക്കുമായിരുന്നു. പിന്നെ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ്സ് കൂടുതലായിട്ട് വെക്കണം. ഇപ്പോൾ പകൽ സമയത്ത് നമ്മൾ കൂടുതൽ ലൈറ്റ് ഉപയോഗം ഉണ്ടാകാതിരിക്കണം. കാര്യം മാക്സിമം അവിടെ എയർ കയറി ഇറങ്ങണം, വെട്ടം നമുക്ക് ധാരാളമായിട്ട് കിട്ടണം. അതൊരു പരിധിവരേക്കും നമുക്കത് കൊണ്ടുവരാൻ സാധിച്ചു. ഈ നോർത്ത് സൈഡിൽ നിന്ന് ഇതിൻ്റെ പറയുമ്പോൾ ഒരു വലിയൊരു വിൻഡോ, നമ്മളൊരു സ്ലൈഡിങ് ഗ്ലാസ് ഡോർ വെച്ചിട്ടുണ്ട്, ഒരു ഓപ്പൺ ടെറസ് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. അത് മാക്സിമം നമുക്കതിനകത്ത് കയറുന്നുണ്ട്. നിങ്ങൾ പുറകിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഏരിയ എന്നുള്ളതിൻ്റെ നല്ലൊരു വെട്ടം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വീട് കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും പറയും വീടിൻ്റെ അകത്ത് നല്ല വെൻറ്റിലേഷനും എയർ സർക്കുലേഷനും ഉണ്ട്, പിന്നെ നല്ല വെളിച്ചം ഉണ്ടെന്ന് പറയും. ഒരു ഇരുണ്ട അവസ്ഥ ഒരിക്കലും ഇല്ല.
എപ്പോഴും കുറച്ചൊരു പ്ലസൻറ്റ് ആംബിയൻസ് ആയിട്ട് ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കയറി വരുന്ന ഡ്രോയിങ് റൂമിൻ്റെ ഈ ഡൈനിങ് സ്പേസിനെയും ഫാമിലി ലിവിങ്ങിനെയും സ്പേസ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ നടുക്ക് സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസും വുഡും MS-ൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അത് വുഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ മുകളിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഏരിയ. ഈ ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിൽ നമ്മളൊരു ഓപ്പൺ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ഏരിയയോട് കൂടിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഓപ്പൺ കിച്ചണിൽ നിന്ന് ഞാൻ ഈ പറയുന്ന മെസ്സൈൻ ഫ്ലോറിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു സ്റ്റോർ റൂമും അതിലൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. താഴോട്ടിറങ്ങി അവർക്ക് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ. മേജർ കൺസ്ട്രക്ഷൻസോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അനുവേട്ടം നേരിട്ട് വന്ന് തന്നെ നോക്കിയും കണ്ടും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെയാണെങ്കിലും എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പറയാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് കാണാൻ വരുന്നവർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. ഞാൻ സാറ്റിസ്ഫൈഡാണ്, ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ തന്നെയും. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം ആ ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി തന്നെയാണ് ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതും. അപ്പം ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു കോമൺ ആയിട്ട് ഈ ഒരു പാല ഏരിയയിൽ കാണാത്ത ഒരു പ്ലാനിൽ തന്നെയാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ് അതിൻ്റെ രണ്ട് വശത്തായിട്ട് നമ്മൾ ബെഡ്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂംസ്. ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂം തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഇതിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് ഒരു ബാൽക്കണി ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ബെഡ്റൂംസിൽ നിന്ന് യൂസ് ചെയ്യുക എന്നുള്ള ടൈപ്പിൽ. ഈ താഴെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് കണക്ക് ഈ മെസ്സനൈൻ ഫ്ലോർ ആകുമ്പോൾ അത്തരം ഏരിയകളിൽ നമ്മൾ ഈ സ്ലാബ് ചെയ്യുന്ന കുറച്ച് ഓപ്പൺ ഏരിയ കിട്ടും. അത് നമ്മൾ ബാൽക്കണിയായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വീടുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ
അവരുടെ ഒരു സഹകരണം കൂടെ നമ്മളിൽ ഉണ്ടാകണം, അവരുടെ ഐഡിയാസ് ഉണ്ടാകണം, നമ്മുടെ ഐഡിയാസ് ഉണ്ടാകണം. അതിനകത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാവരുടെയും ഒരു ടോട്ടൽ ഒരു വർക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുപോലുള്ളത് വീടുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമുക്ക് പലരോടും എന്തൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്കൊരു തൃപ്തിയില്ലാതെ ആ വീട്ടിൽ താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എല്ലാ സ്റ്റേജിലും കമ്മ്യൂണിക്കേഷനോ എന്തഭിപ്രായം പറയുന്നതിനോ അല്ലെങ്കിൽ എനിക്കിതാണ് ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എനിക്കിഷ്ടം അങ്ങനെ പറയുന്നതിനൊന്നും, അല്ലെങ്കിൽ എപ്പം വിളിക്കുന്നതിനോ അഭിപ്രായം ചോദിക്കുന്നതിനോ പറയുന്നതിനോ ഒരു ചെറിയ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ പോലും പറയുന്നതിനൊന്നും, അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നതിനോ കമ്മ്യൂണിക്കേഷനോ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം അപ് ടു ഡേറ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പെട്ടെന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഫോളോ അപ്പ് നല്ലതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലാനറ്റ് ആർക്കിടെക്ചറും അനൂപേട്ടനും ഞാൻ ഹാപ്പിയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും ഈ വീട് കാണാൻ വന്നവരാണെങ്കിലും പലരും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുമുണ്ട്. എന്നോട് റിവ്യൂ ചോദിച്ചവരോടും അത് അവർക്ക് കണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അവർക്കെല്ലാം താല്പര്യമാണ്, അവർക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ അവരോട് സജസ്റ്റും ചെയ്യാറുണ്ട് പ്ലാനറ്റ് ആർക്കിടെക്ചറിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട്.